വെളിച്ചെണ്ണ നല്ല വെളിച്ചെണ്ണയാണ്. കറിക്കായാലും മേല് തേക്കൊക്കെ നല്ല അയർലൻഡിലാണ്. അപ്പോൾ അവർക്ക് കൊടുക്കാൻ വേണ്ടിയിട്ട് ഒഡീഷയിലേക്ക് വരെ ഇവിടുത്തെ വെളിച്ചെണ്ണ വാങ്ങിച്ചാണ് ഇപ്പോഴും കയറ്റി അയച്ചുകൊണ്ടിരിക്കുന്നത്. തേങ്ങ ചിരവാൻ പോലും എനിക്ക് സമയമില്ല, അല്ലെങ്കിൽ ആളില്ല. ഞാൻ ഒരു ഫോണിൽ വിളിച്ച് ഇവിടെ എത്തുമ്പോഴേക്കും അത് സ്ക്രാപ്പ് ചെയ്ത് ചിരകി അതിൻ്റെ മിൽക്കാണ് ആവശ്യം എന്നുണ്ടെങ്കിൽ കയ്യോടെ ഫ്രഷ് ആയിട്ട് തന്നെ കൊണ്ടുപോകാം. ഹലോ, എല്ലാവർക്കും നമസ്കാരം. നമ്മൾ മലയാളികൾ ഭക്ഷണ കാര്യങ്ങൾ ഒരുപാട് ശ്രദ്ധിക്കാറുണ്ട് അല്ലേ? ശുദ്ധമായതും കലർപ്പില്ലാത്തതും വൃത്തിയുള്ളതുമായിട്ടുള്ള ഭക്ഷണങ്ങളാണ് നമ്മൾ എപ്പോഴും പ്രതീക്ഷിക്കുന്നത്. അതുപോലെ തന്നെ നമ്മുടെ വീട്ടിലെ അമ്മമാരുടെ എപ്പോഴത്തെയും ഒരു പരാതിയാണ് ഇവിടെ ഒന്ന് തേങ്ങ ചിരവി തരാൻ പോലും ആളില്ലല്ലോ എന്നുള്ളത്. അപ്പോൾ ആ പരാതിക്കൊക്കെ ഒരു പരിഹാരമായിട്ടാണ് ഞാൻ ഇന്ന് വന്നിരിക്കുന്നത്. നിങ്ങൾക്ക് ജസ്റ്റ് ഒരു ഫോൺ കോളിലൂടെ ഒന്ന് വിളിച്ച് പറഞ്ഞാൽ മാത്രം മതി. തേങ്ങ ചിരവി അത് നിങ്ങൾക്ക് പാലായിട്ടാണോ വേണ്ടത്, തേങ്ങയായിട്ടാണോ വേണ്ടത്, ഇതെല്ലാം പാക്ക് ചെയ്ത് നിങ്ങളുടെ വീടുകളിൽ എത്തിക്കും. മല്ലിപ്പൊടി, അരിപ്പൊടി, ഗോതമ്പ് പൊടി ഇതൊക്കെ നിങ്ങളുടെ വീട്ടിൽ ഇനി നിങ്ങൾ കഴുകി ഉണക്കി പൊടിപ്പിക്കാനായിട്ട് കൊണ്ടുവരേണ്ട ഒരു ആവശ്യമില്ല. ജസ്റ്റ് ഒരു ഫോൺ കോൾ മതി. അത് നിങ്ങളുടെ വീട്ടിൽ നേരിട്ട് വന്ന് കളക്ട് ചെയ്ത് പൊടികളായിട്ട് നിങ്ങളുടെ കൈകളിലേക്ക് എത്തിക്കുന്നു. അപ്പോൾ ഈ സ്ഥാപനം എവിടെയാണെന്നുള്ളതും ഇവരുടെ പ്രവർത്തനങ്ങളെ കുറിച്ചിട്ടും നമുക്ക് മനസ്സിലാക്കാം. വരൂ. നമസ്കാരം. ഇത് ജോർജ് തളിയത്ത്. നമ്മളിന്ന് നിൽക്കുന്നത് ഇവിടെ തളിയത്ത് ഫ്ലോർ മില്ലിലാണ് നിൽക്കുന്നത്. അപ്പോൾ ഫ്ലോർ മില്ലിനെ കുറിച്ചിട്ടും ഇവിടുത്തെ പ്രവർത്തന രീതികളെ കുറിച്ചിട്ടും കൂടുതലായിട്ട് ജോർജ് തന്നെ നിങ്ങളോട് പറയൂ ജോർജ്, എന്താണ് ഇവിടുത്തെ പ്രവർത്തന രീതികൾ, എങ്ങനെയാണ്? ഇവിടെ നമ്മളിത് മെയിനായിട്ട് നമ്മൾ ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫുഡ് പ്രോസസ്സിങ് ആണ്. മില്ലിൽ നമ്മുടെ ഈ മുളക്, മല്ലി, മഞ്ഞൾ, മസാലാസ്, അതുപോലെ തന്നെ അരി, പിന്നെ കൊപ്ര, വെളിച്ചെണ്ണ പ്രൊഡക്ഷൻ നടത്തുക. അതേപോലെ തന്നെ ഈ ബേബി ഫുഡ്, മില്ലറ്റ്സ്, ഇതുപോലുള്ള ഐറ്റംസാണ് നമ്മൾ പ്രൊഡക്ഷനും ഉണ്ട്. അതുപോലെ തന്നെ ഈ ഡൊമസ്റ്റിക് ആയിട്ടുള്ള ജോബ് വർക്ക്, വീടുകളിൽ നിന്ന് അവർ കൊണ്ടുവരുന്ന ഉൽപ്പന്നങ്ങൾ നമ്മൾ പൊടിച്ച് അവർക്ക് തിരികെ കൊടുക്കും. പിന്നെ നമ്മൾ ഈ പറഞ്ഞ പോലെ ഹോൾസെയിലേഴ്സിൻ്റെ പൊടിച്ചു കൊടുക്കാനായിട്ട്, അതുപോലെ തന്നെ നമ്മൾ ചെയ്തത് ഹോൾസെയിലായിട്ടും കൊടുക്കും. പിന്നെ വരുന്നത് നമ്മുടെ ഓരോ സർവീസസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പോൾ ഇവിടേക്ക് വരാൻ ദൂരം പ്രായമായ ആളുകൾ വരാൻ ബുദ്ധിമുട്ട്, ജോലി തിരക്ക് കൊണ്ട് ബുദ്ധിമുട്ടുള്ള ഒരുപാട് ആൾക്കാരുണ്ട്. നമ്മളെ ഫോൺ വിളിച്ച് പറയുകയാണെങ്കിൽ നമ്മുടെ സ്റ്റാഫ് വന്ന് അത് കളക്ട് ചെയ്ത് പ്രോസസ്സ് ചെയ്തിട്ട് നമുക്ക് ഡെലിവറി ചെയ്ത്. ഇനിയിപ്പോൾ ഇപ്പോൾ കൂടുതലും മക്കൾ വിദേശത്തുള്ള കണ്ടീഷനാണ്. അപ്പോൾ നമ്മൾക്ക് നമ്മുടെ എന്ത് സർവീസ് ആയാലും നമ്മളിവിടെ ഫോണിൽ വിളിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ സ്റ്റാഫോ അല്ലെങ്കിൽ ഞാനൊക്കെ ആയിട്ട് അത് സർവീസ് കംപ്ലീറ്റ് ചെയ്ത് കൊടുക്കും. അതുപോലെ തന്നെ ഇപ്പോൾ വരുന്ന ആളുകളാണെങ്കിൽ ഇരുന്ന് മുഷിന് ഇപ്പോൾ മില്ലിൽ ചെല്ലുമ്പോഴുള്ള പ്രശ്നം എന്ന് വെച്ചാൽ അതിയായ സൗണ്ട്, പൊടി, അപ്പോൾ ആ ചൂട്, അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നുമില്ല. വെയിറ്റ് ചെയ്യുന്നവർക്കായാലും നമുക്ക് സ്പെഷ്യൽ ഇവിടെ ക്യാബിൻ സജ്ജീകരിച്ചിട്ടുണ്ട്. അപ്പോൾ അവർക്ക് ഇവിടെ സമാധാനത്തിലിരുന്ന് അവരുടെ പ്രോസസ്സിങ് ഇവിടെ തന്നെ ഇരുന്ന് ലൈവായി കണ്ടുകൊണ്ട് ചെയ്തു പോകാനായിട്ടുള്ള സൗകര്യമുണ്ട്. പിന്നത്തെ ഒരു പ്രോസസ്സിങ് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമുക്ക് വന്ന് അപ്പം തന്നെ സമയമുള്ളവർക്ക് സമയവും കൂടുതൽ ചെയ്യണമെന്ന് ആഗ്രഹമുള്ള ആളുകൾക്ക് നമുക്ക് ഇവിടെ നിന്ന് റോ മെറ്റീരിയൽ ഇവിടെ നിന്ന് തന്നെ നമുക്ക് പർച്ചേസ് ചെയ്ത് വാഷ് ചെയ്ത് ചെയ്യാനുള്ള ഒരു കണ്ടീഷൻ. ഇപ്പോൾ ഒരു അരി വേണമെന്ന് പറയുകയാണെങ്കിൽ നമുക്ക് ഇവിടെ തന്നെയുള്ള അരി നമുക്കെടുത്ത് കൈയോടെ തന്നെ ചെയ്ത് വിടാം. അതുപോലെ തന്നെ കൊപ്ര നമുക്ക് കൈയോടെ തന്നെ ആട്ടിക്കൊണ്ടുപോകാമെന്നുള്ള ഒരു കണ്ടീഷൻ. ടൈം വേസ്റ്റിംഗ് ഇല്ലാത്ത രീതിയിൽ അതിന് നമ്മൾ മിഷനറീസും കപ്പാസിറ്റി കൂട്ടി വെച്ചിരിക്കുന്നത്. അപ്പോൾ വരുന്നവരുടെ സമയം ഒട്ടും നഷ്ടപ്പെടാതെ തന്നെ ഡീൽ ക്ലോസ് ചെയ്യാന്നുള്ളൊരു കണ്ടീഷനിലാണ്. വളരെയധികം നീറ്റായിട്ടാണ് ഈ മില്ല് അല്ലെങ്കിൽ ഈ മെഷീനറീസ് ഒക്കെ വെച്ചിരിക്കുന്ന ഏരിയ, പ്രോസസ്സിങ് യൂണിറ്റ് അവർ നന്നായിട്ടാണ് സൂക്ഷിച്ചിരിക്കുന്നത്. നല്ല വൃത്തിയുണ്ട്. നമ്മളുടെ ഇവിടെ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ പണ്ട് കാലം തൊട്ടേ എല്ലാവരും സെപ്പറേറ്റ് മെഷീനിലാണ് പൊടിച്ചു വരുന്നത്. ഇതിപ്പോൾ നമ്മളിപ്പോൾ കൊപ്ര ആട്ടുന്ന മെഷീനാണ്. ഇതൊക്കെ നമ്മുടെ തന്നെ സ്വന്തം കസ്റ്റം മെയ്ഡ് മെഷീനറീസാണ്. അപ്പോൾ ഇവിടുത്തെ ഒരു സ്പെഷ്യാലിറ്റി എന്ന് പറയുകയാണെങ്കിൽ കൊപ്രയ്ക്കകത്തുള്ള മാക്സിമം ഓയിൽ കണ്ടന്റിനെ ഇത് എക്സ്ട്രാക്ട് ചെയ്ത് ഇത് പിഴിഞ്ഞ് എടുക്കും. നമ്മളിവിടെ വെളിച്ചെണ്ണയ്ക്ക് വേണ്ടി തീരദേശ തേങ്ങയാണ് നമ്മൾ കൂടുതലായിട്ട് യൂസ് ചെയ്യുക. അതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ ആ കാമ്പിന്, അതിൻ്റെ ഫ്രൂട്ടിന് ഈ ഓയിൽ കണ്ടന്റ് കൂടുതലായിരിക്കും. അപ്പോൾ അത് വെച്ച് ഉപയോഗിച്ചിട്ടുണ്ടാകുന്ന കറിയുടെ ടേസ്റ്റിലും വ്യത്യാസം ഉണ്ടാവും. ഇവിടെ വന്ന് മേടിക്കാറുണ്ട്. കറിക്കായാലും മേല് തേക്കാനായാലും ഒക്കെ നല്ല വെളിച്ചെണ്ണയാണ്. ഞങ്ങൾ എല്ലാ മാസം ഇവിടെ നിന്ന് മേടിക്കാറുണ്ട്. ക്വാണ്ടിറ്റിയും ഉണ്ട്, അളവിൽ വ്യത്യാസമൊന്നുമില്ല. ക്വാണ്ടിറ്റി ഉണ്ട്. മറ്റ് കടകളിൽ നിന്ന് മേടിക്കുന്നതിനേക്കാളൊക്കെ ആയിട്ട് ക്വാണ്ടിറ്റി ഉണ്ട്. ഞങ്ങൾക്ക് അത് തോന്നിയിട്ടുണ്ട്. കാരണം ഞങ്ങൾ മറ്റു കടകളിൽ നിന്ന് മേടിച്ചിട്ടുണ്ട് ഒക്കെ ഉണ്ട്. പക്ഷേ ഇതിൽ ശരിക്കും ക്വാണ്ടിറ്റി ഉണ്ടെന്ന് ഞങ്ങൾക്ക് തോന്നിയിട്ടുണ്ട്. പാപ്പനായിട്ട് തുടങ്ങിയതാണ്. അപ്പോൾ ആ കാലം മുതൽ ഞങ്ങൾ JTCൻ്റെ അവിടെ തുടങ്ങിയായിരുന്നു. അത് കഴിഞ്ഞിട്ടാണ് ഇപ്പോൾ ഇവർ ഇങ്ങോട്ട് മാറിയിട്ട് കുറച്ച് കാലമായി. അപ്പോൾ ഞാൻ സ്ഥിരമായിട്ട് ഇവർ തുടങ്ങിയ കാലം മുതൽ ഇവിടെ കൊടുക്കില്ല. ഞാൻ കൊപ്ര വെളിച്ചെണ്ണ കൊപ്ര കൊടുത്ത് അട്ടിക്കാറുണ്ട്.
പിന്നെ ഗോതമ്പ് പൊടിപ്പിക്കാറുണ്ട്, അരി പൊടിപ്പിക്കാറുണ്ട്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാറ്. ഏറ്റവും വേഗത്തിൽ തന്നെ വരുന്ന കസ്റ്റമേഴ്സിനെ പ്രോസസ് ചെയ്ത് വിടാനും വേണ്ടിയിട്ട് നമ്മളെല്ലാവരും ഇൻഡിപെൻഡൻറ്റ് മോട്ടേഴ്സും കപ്പാസിറ്റി കൂടിയ മോട്ടേഴ്സുമാണ് നമ്മൾ യൂസ് ചെയ്തിരിക്കുന്നത്. അതാണ് ഇതിൻ്റെ വേറൊരു കേസ്. ഇവിടെ വന്നാൽ നമുക്കധികം വെയിറ്റ് ചെയ്ത് സമയം കളയേണ്ടി വരില്ല. റാഗി എന്ന് പറയുന്ന മെറ്റീരിയലാണ്, സാധാരണ പുല്ലെന്നൊക്കെ പറയും ഇതിനെ. ഇത് നമ്മളിപ്പോൾ മെഷീനിൽ കയറ്റി വാഷ് ചെയ്യുന്ന ഒരു കാര്യമാണ് ഇപ്പോൾ കാണിക്കുന്നത്. ഇവിടുത്തെ പ്രൊഡക്ട്സ് ഞാനിപ്പം ഇവിടെ വാങ്ങി തുടങ്ങിയിട്ട് എനിക്ക് തോന്നുന്നു ഒരു 4 വർഷത്തിലധികമായിട്ടുണ്ടാവും. വർക്ക് ചെയ്യുന്ന ഓഫീസിൽ അവിടെ ഭൂരിഭാഗം പേരും ഇവിടെ നിന്നാണ് ഇപ്പോൾ വെളിച്ചെണ്ണ വാങ്ങിക്കൊണ്ടിരിക്കുന്നത്. ഞാൻ വാങ്ങിയതിന് ശേഷം ഒഡീഷയിലേക്ക് വരെ ഇവിടുത്തെ വെളിച്ചെണ്ണ വാങ്ങിച്ചാണ് ഇപ്പോഴും കയറ്റി അയച്ചുകൊണ്ടിരിക്കുന്നത്. ഇതിപ്പോൾ കുറച്ച് കൂടുതൽ മേടിച്ചേക്കുന്നത് ഞാൻ മകളുടെ നാട്ടിലേക്ക് പോകേണ്ടത് അയർലൻഡിലാണ്. അപ്പോൾ അവർക്ക് കൊടുക്കാൻ വേണ്ടിയിട്ട് കുറച്ച് കൂടുതൽ മേടിച്ചത്. പൊടിയെപ്പറ്റി നല്ല അഭിപ്രായമാണ് ഇവിടെ എല്ലാവർക്കും ഉള്ളത്. നെല്ല് കൊണ്ട് എന്താ കുത്തിക്കാൻ ഇപ്പോൾ കുറേ കൊല്ലങ്ങളായി. നല്ല മില്ലാണ്, കുഴപ്പമൊന്നുമില്ല, എല്ലാം കൊണ്ട് നല്ലതാണ്. ഇതെന്താ പ്രോസസ്സ് എന്ന് പറയും? ഇത് നമ്മൾ ഈ കൊച്ചു കുഞ്ഞുങ്ങൾക്ക് നമുക്ക് ഈ കണ്ണങ്കായ, ഏത്തക്കായ അതുപോലുള്ള സംഭവങ്ങളില്ലേ, അത് നമ്മളിവിടെ കട്ട് ചെയ്ത് ഇത് വാഷ് ചെയ്തിട്ട് ഉണക്കി പൊടിക്കാൻ വേണ്ടിയിട്ടുള്ള ഫസ്റ്റ് സ്റ്റേജാണിത്. അതിൻ്റെ തൊലി കളഞ്ഞ് വാഷിങ് ചെയ്തിട്ട് വേണം ഇനി നമ്മളത് സ്ലൈസ് ചെയ്യും. അത് സ്ലൈസ് ചെയ്തിട്ട് നമ്മൾ മറ്റേ ഡ്രയറിൽ, അത് സ്റ്റീലിൻ്റെ ഡ്രയറിൽ നമ്മളിത് ഉണക്കും. അതിന് ശേഷം നമ്മളത് സെപ്പറേറ്റ് മെഷീനിൽ പൊടിക്കും. തേങ്ങ ചെരുവാൻ പോലും എനിക്ക് സമയമില്ല, അല്ലെങ്കിൽ ആളില്ല എന്നുള്ളത്, അതിനൊരു പരിഹാരം ഇവിടെ ഉള്ളതായിട്ട് ഞാൻ കേട്ടു. ഞാൻ വേറെ എങ്ങും അങ്ങനെ ഒരു സർവീസ് കേട്ടിട്ടില്ല. അപ്പൊ അതൊന്ന് കൂടുതലായിട്ടൊന്ന് പറഞ്ഞു കൊടുക്കും. അതായത് നമുക്കിപ്പോൾ ഇവിടെ നമ്മൾ ഫോണിൽ നമ്മുടെ നമ്പറിൽ നേരത്തെ വിളിച്ച് പറയുകയാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ അവർക്ക് വേണ്ട ക്വാണ്ടിറ്റി തേങ്ങ ഇപ്പോൾ ഒരു 5 10 എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് പറഞ്ഞു കഴിഞ്ഞാൽ അവർ ഫോണിൽ വിളിച്ച് ഇവിടെ എത്തുമ്പോഴേക്കും അത് സ്ക്രാപ്പ്, അതായത് ചിരകി കറക്റ്റ് ചെയ്തിട്ട് നമ്മളത് കൊടുക്കും. ഇനിയിപ്പോൾ അതിൻ്റെ മിൽക്കാണ് ആവശ്യം എന്നുണ്ടെങ്കിൽ ഫോണിൽ വിളിച്ച് പറഞ്ഞ് നമ്മളവിടെ പ്രോസസ്സ് സ്റ്റാർട്ട് ചെയ്യും. അത് മിൽക്ക് ചെയ്തതിന് ശേഷം അവർക്ക് കയ്യോടെ ഫ്രഷ് ആയിട്ട് തന്നെ കൊണ്ടുപോകാം. അപ്പോൾ ഇത്ര നേരം നിങ്ങളുടെ പ്രോസസ്സിംഗ് യൂണിറ്റിനെ കുറിച്ചിട്ടും മെഷീനറീസിനെ കുറിച്ചിട്ടും ഈ പ്രീമിയം ക്വാളിറ്റിയിൽ കൊടുക്കുന്ന പ്രൊഡക്ട്സിനെ കുറിച്ചിട്ടൊക്കെ നമ്മളോട് പറഞ്ഞു. അതുപോലെ തന്നെ സർവീസസിനെ കുറിച്ചിട്ടും പറഞ്ഞു. അപ്പോൾ ഈ ഇത്തരം പ്രോഡക്ട്സ് നിങ്ങളുടെ കൈകളിലേക്ക് എങ്ങനെയാണ് എത്തുന്നത്, ഇവരുടെ സർവീസസ് എങ്ങനെയൊക്കെയാണ് എന്നുള്ളത് ജോർജ് തന്നെ നിങ്ങളോട് പറയട്ടെ. ഓക്കെ, നമ്മുടെ മെയിൻ മില്ല് സ്ഥിതി ചെയ്യുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൊരട്ടി KICB സ്റ്റേഷൻ്റെ അടുത്താണ്. നമ്മുടെ മില്ലിൻ്റെ പേര് തളിയത്ത് റൈസ് ഫ്ലോർ ആൻഡ് ഓയിൽ മിൽ. ഈ മില്ല് തുടങ്ങിയതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ അപ്പൂപ്പനായിട്ട് പണ്ട് GT ജംഗ്ഷനിൽ ഓപ്പൺ ചെയ്തിട്ടുള്ളൊരു മില്ലാണ്. കുറച്ചുകൂടി ഫെസിലിറ്റീസ് കൂട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മുടെ റെസിഡൻസിലേക്ക് മാറ്റിയിരിക്കുന്നത്, വീട്ടിലേക്ക് KICBയുടെ അടുത്തുള്ള ഇവിടേക്ക് പറ്റും. ഇപ്പോൾ കൂടുതലും മക്കൾ വിദേശത്തുള്ള കണ്ടീഷനാണ്. അപ്പോൾ നമ്മുടെ എന്ത് സർവീസ് ആയാലും നമ്മളിവിടെ ഫോണിൽ വിളിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ സ്റ്റാഫോ അല്ലെങ്കിൽ ഞാനൊക്കെ ആയിട്ട് അത് സർവീസ് കംപ്ലീറ്റ് ചെയ്ത് കൊടുക്കും. അതുപോലെ തന്നെ ഇപ്പോൾ വരുന്ന ആളുകളാണെങ്കിൽ ഇരുന്ന് മുഷിഞ്ഞ് ഇപ്പോൾ മില്ലിൽ ചെല്ലുമ്പോഴുള്ള പ്രശ്നം എന്ന് വെച്ചാൽ അതിയായ സൗണ്ട്, പൊടി, അപ്പോൾ ആ ചൂട്, അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നുമില്ല. വെയിറ്റ് ചെയ്യുന്നവർക്കായാലും നമുക്ക് സ്പെഷ്യൽ ഇവിടെ ക്യാബിൻ സജ്ജീകരിച്ചിട്ടുണ്ട്. അപ്പോൾ അവർക്ക് ഇവിടെ സമാധാനത്തിലിരുന്ന് അവരുടെ പ്രോസസ്സിങ് ഇവിടെ തന്നെ ഇരുന്ന് ലൈവായി കണ്ടുകൊണ്ട് ചെയ്തു പോകാനായിട്ടുള്ള സൗകര്യമുണ്ട്. കാരണം നമ്മളുടെ പ്രൊഡക്റ്റുകൾ ഇഷ്ടപ്പെട്ട് വരുന്ന കസ്റ്റമേഴ്സ് ഉണ്ട്. അതായത് ഈ ചെയ്യുന്ന പ്രോസസ് ലൈനിൽ ഇഷ്ടപ്പെട്ടവരും, അതായത് ഇത് ഉപയോഗിച്ചിട്ട് ഇഷ്ടപ്പെട്ടവരും, അതായത് നമ്മുടെ വീട്ടിലേക്ക് അങ്ങനെ ചെയ്യുന്നു ആ കണ്ടീഷനിൽ കിട്ടണമെന്ന് ആഗ്രഹമുള്ള ആളുകളുണ്ട്. അപ്പോൾ അങ്ങനെയുള്ളവർക്ക് കുറച്ചും കൂടി ഈസിലി അവൈലബിൾ ആവാൻ വേണ്ടിയിട്ട് നമ്മുടെ ഓൺ സ്റ്റോറുകൾ തന്നെ തുറക്കുകയാണ്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് നമ്മളിപ്പോൾ കോവനൂർ നമുക്കൊരു ഔട്ട്ലെറ്റ് ഉണ്ട്. അതുപോലെ തന്നെ മുരിങ്ങൂർ ഡിവൈൻ നഗറിൽ ഒരു ഔട്ട്ലെറ്റ് ഓപ്പൺ ചെയ്തിട്ടുണ്ട്. ഇനിയിപ്പോൾ കൊരട്ടിപ്പള്ളിയുടെ തൊട്ട് സൈഡിൽ കൂടെ മറ്റേ അന്നമനയുടെ പോണ റൂട്ടിൽ ഒരു ഔട്ട്ലെറ്റ് ഇപ്പോൾ ഓപ്പൺ ചെയ്യുകയാണ്. അപ്പോൾ അതുപോലെ നമ്മൾ ഡയറക്റ്റ് നമ്മളുടെ മെറ്റീരിയലിൽ നമ്മൾ കോംപ്രമൈസ് ചെയ്യേണ്ട, നമ്മളുടെ റേറ്റിൽ നമ്മൾ കോംപ്രമൈസ് ചെയ്യുന്നില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ഓൺ സ്റ്റോറുകൾ നമ്മൾ ഓപ്പൺ ചെയ്യണം. അപ്പോൾ നമ്മൾ തളിയത്ത് ഫ്ലോർ മില്ലിൻ്റെ ഇതിൻ്റെ പ്രൊഡക്ഷൻ യൂണിറ്റിനെ കുറിച്ചിട്ടും മെഷീനറീസിനെ കുറിച്ചിട്ടും ഇവരുടെ പ്രോഡക്ട്സിനെ കുറിച്ചിട്ടും നമ്മൾ പരിചയപ്പെട്ടു. ഇനി നിങ്ങൾക്ക് ആർക്കൊക്കെയാണോ ആവശ്യം ഇവരുടെ പിക്കപ്പ് ആൻഡ് ഡെലിവറിയും അതുപോലെ തന്നെ സൂപ്പർ ക്വാളിറ്റിയുള്ള പ്രീമിയം ക്വാളിറ്റിയുള്ള അരിപ്പൊടി, ഗോതമ്പ് പൊടി, വെളിച്ചെണ്ണ, അതുപോലെ തന്നെ ഫുഡ് ഗ്രെയിൻസ്, പിന്നെ സ്പൈസസ് തുടങ്ങിയിട്ടുള്ള എല്ലാ പ്രോഡക്ട്സും ഇവിടെ അവൈലബിൾ ആണ്. ഇവരുടെ ഔട്ട്ലെറ്റിലും അവൈലബിൾ ആണ്. അപ്പോൾ ഇവരെ കോൺടാക്റ്റ് ചെയ്യാനായിട്ട് താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടും. മറ്റൊരു വീഡിയോയുമായി ഇനി കാണാം. ബൈ.